and welcome to eClearn 365 Banking and Insurance Classes. സെൻട്രൽ ബാങ്ക് കുറിച്ചുള്ള സെക്കൻഡ് പാർട്ടിലെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ സെൻട്രൽ ബാങ്ക് എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ചില ഫങ്ഷൻസും അതോടൊപ്പം ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBIയുടെ ഫങ്ഷൻസുമാണ് വിശദമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. സോ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ മുൻ സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് തിരിച്ചു വരിക. സോ മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് സ്ലൈഡ്. നമ്മൾ ആദ്യം സെൻട്രൽ ബാങ്കുകളിലെ പൊതുവെയുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എല്ലാ രാജ്യത്തും തന്നെ സെൻട്രൽ ബാങ്കിങ് ഒരു അപ്പെക്സ് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ രാജ്യത്തെ ബാങ്കിങ് ആൻഡ് ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുകയും അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കാര്യമായ ഒരു പങ്കുവഹിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിലും റെഗുലേറ്റ് ചെയ്യുന്നതിലും ഒക്കെ പങ്കുവഹിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു. പല രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള ഒരു വലിയ കോൺസെപ്റ്റ് തന്നെയാണ് എന്ന് നമുക്കറിയണം. ഓരോ രാജ്യത്തെയും ബാങ്കിങ്, എക്കണോമി തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ സെൻട്രൽ ബാങ്കുകൾ വ്യക്തമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പൊതുവെ എല്ലാ രാജ്യത്തും ചെയ്യുന്നതായ ചില ഫങ്ഷൻസിനെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം. തുടർന്ന് RBIയുടെ ഫങ്ഷൻസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. ഒന്ന്, സെൻട്രൽ ബാങ്കുകളുടെ പൊതുവെയുള്ള പ്രത്യേകത, ദേ ഹാവ് ദ മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. അതാത് രാജ്യങ്ങളിലെ കറൻസികൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അധികാരം അത് ആ രാജ്യത്തെ സെൻട്രൽ ബാങ്കിനായിരിക്കും. ഇന്ത്യയിലെ റുപ്പി ആണെങ്കിലും, അതുപോലെ തന്നെ US ഡോളർ ആണെങ്കിലും, യൂറോ ആണെങ്കിലും, പൗണ്ട് ആണെങ്കിലും, ഏത് രാജ്യത്തെ കറൻസി ആണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നതിനുള്ള പരമാധികാരം അല്ലെങ്കിൽ മോണോപ്പൊളി അത് മറ്റാർക്കുമില്ല. ആര് തന്നെ അത് ചെയ്താലും, മറ്റു വ്യക്തികൾ ആര് ചെയ്താലും അത് ഇല്ലീഗലാണ്. അതിനെ നമുക്ക് കറൻസി ആയിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എല്ലാ സെൻട്രൽ ബാങ്കുകൾക്കും പൊതുവേയുള്ള ഒരു ഫംഗ്ഷനാണ് നോട്ട് ഇഷ്യൂ, അതിൻ്റെ മോണോപ്പൊളി എന്ന് പറയുന്നത്. അടുത്തത് ബാങ്കേഴ്സ് ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ്. ബാങ്കുകളുടെ ഒരു ഏജന്റായിട്ടും ഗവൺമെന്റുകളുടെ ഒരു അഡ്വൈസറായിട്ടും സെൻട്രൽ ബാങ്കുകൾ എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്നു എന്നത് സത്യമാണ്. ഗവൺമെന്റുകൾക്കും ബാങ്കുകൾക്കിടയിലും അതുപോലെ ഗവൺമെന്റുകൾക്കും മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കിടയിലും ഒരു ഏജന്റായിട്ട് പലപ്പോഴും RBI പ്രവർത്തിക്കുന്നു. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു ഏജൻസി ആയിട്ട് RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം വിവിധ സാമ്പത്തിക വിഷയങ്ങളിൽ, എക്കണോമിക് ആക്ടിവിറ്റീസിൽ, ഫിനാൻഷ്യൽ നീഡ്സ്, അതുപോലെ മാർക്കറ്റിന്റെ അവസ്ഥകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ RBI കൊടുക്കുന്നുണ്ട്. RBIയുടെ നിർദ്ദേശങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റും പ്രത്യേകിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും പല തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് കറൻസി റിക്വയർമെന്റ്സിനെ കുറിച്ച്, മോണിറ്ററി പോളിസികളെ കുറിച്ച്, ഫിസ്ക്കൽ പോളിസീസിനെ കുറിച്ച്, രാജ്യത്ത് നിലനിൽക്കുന്ന മണി സപ്ലൈയെ കുറിച്ചൊക്കെ തന്നെയുള്ള അഡ്വൈസസ് ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നുണ്ട് സെൻട്രൽ ബാങ്കുകളുടെ കയ്യിൽ നിന്ന്. ദെൻ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും CRR മെയിൻ്റെനൻസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. CRRനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ ഇത്ര ശതമാനം, 4% അല്ലെങ്കിൽ 4 താഴെയുള്ള ശതമാനം, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ മോണിറ്ററി പോളിസി റിവ്യൂവിലും അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ശതമാനം ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ചെയ്യേണ്ടതാണ്. അത് റിസർവ് കസ്റ്റോഡിയനായിട്ട് വെക്കുന്നത് RBIയുടെ കയ്യിലാണ്. അത് RBI എന്ന് പറയുമ്പോൾ എല്ലാ സെൻട്രൽ ബാങ്കുകളുടെ കയ്യിലായിരിക്കും ഈ റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ത്യയിലെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് 4% എന്നുള്ളത്. മറ്റു രാജ്യങ്ങളിൽ അത് വ്യത്യാസമായിരിക്കാം. ചിലപ്പോൾ ക്യാഷ് റിസർവ്സ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ടാവാം. പക്ഷേ പൊതുവെ ഇത്തരം റിസർവുകൾ കീപ്പ് ചെയ്യുന്നത് കസ്റ്റോഡിയൻ ആയിട്ട് വരുന്നത് സെൻട്രൽ ബാങ്കുകളാണ്. കസ്റ്റോഡിയൻ ഓഫ് നേഷൻസ് റിസർവ് ഓഫ് ഇന്റർനാഷണൽ, ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എല്ലാം തന്നെ കസ്റ്റോഡിയൻ ആയിട്ട് വരുന്നത് സെൻട്രൽ ബാങ്കുകളായിരിക്കും. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഫോറിൻ കറൻസികളിൽ നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. അത് നമ്മളുടെ ഒരു അസറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ
ധനകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ കറൻസി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അസറ്റ് ക്രിയേഷനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളുടെ കസ്റ്റോഡിയൻ എപ്പോഴും സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും അവസാന ആശ്രയം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ നീഡ്, അസിസ്റ്റൻസ് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും അവസാനമായിട്ട് റിസീവ് ചെയ്യാവുന്ന ഒരു എൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക, റിസോർട്ട് ആവുന്ന ഒരു എൻഡ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കുകളാണ്. അവർ മറ്റു പല ഓപ്ഷൻസും ശ്രമിക്കും. അതാത് ബാങ്ക് ബ്രാഞ്ചുകൾ തമ്മിൽ ശ്രമിക്കും, മറ്റ് ബാങ്കുകൾ ഇന്റർ ബാങ്കിങ് ശ്രമിക്കും, മാർക്കറ്റിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കും. ഇതൊന്നും പോസിബിൾ ആവാത്ത സാഹചര്യത്തിൽ അവർ സെൻട്രൽ ബാങ്കുകളെ സമീപിക്കും. കാരണം അവിടെ അവരുടെ തന്നെ റിസർവുകൾ, പല ബാങ്കുകളുടെ റിസർവുകൾ അവിടെ കസ്റ്റോഡിയൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം ലോൺസ് കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയറിംഗ് ഹൗസ് ഫങ്ഷൻസ്, നമ്മുടെ രാജ്യത്തേക്ക് വരാനുള്ള പണവും നമ്മുടെ രാജ്യത്ത് നിന്ന് പോകാനുള്ള പണം, അതുപോലെ തന്നെ മറ്റ് ബാങ്കുകൾ തമ്മിലുള്ള പണമിടപാടുകൾ, ഇതിനെല്ലാം തന്നെ ക്ലിയറിംഗ് ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന RBI ആണ്. ഒരു ഇന്റർമീഡിയറി ആയിട്ട് സെൻട്രൽ ബാങ്കുകൾ പ്രവർത്തിക്കും. ഒരു ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ക്ലിയറിംഗ് ഫങ്ഷൻസ്. ക്രെഡിറ്റ് കൺട്രോൾ, രാജ്യത്ത് ആവശ്യത്തിന് മാത്രമുള്ള മണി സപ്ലൈ ഉറപ്പുവരുത്തുക, ക്രെഡിറ്റ് കൺട്രോൾ. അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസും കൺട്രോൾ ചെയ്യുക. ആവശ്യത്തിൽ കൂടുതൽ അത് മാർക്കറ്റിൽ എത്താതിരിക്കുക, ആവശ്യത്തിനനുസരിച്ച് എത്തുക. ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും ഒരേപോലെ തന്നെ ആഡ്വക്കേറ്റ് ഫണ്ട് എത്തിക്കണം, അതുപോലെ തന്നെ എക്സസീവ് ഫണ്ട് എത്താതിരിക്കണം. ഈ രണ്ട് രീതിയിലുമുള്ള ഫങ്ഷൻസ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ബാങ്കുകളിലെ ഒരു ഒബ്സർവേഷൻ ആണത്. ഡാറ്റ കളക്ഷൻ, എല്ലാ സെൻട്രൽ ബാങ്കുകളും അതാത് രാജ്യത്തെ സംബന്ധിച്ച ഡാറ്റ കളക്ഷൻസ് എടുക്കുന്നുണ്ട്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനെ സംബന്ധിച്ച്, എക്കണോമിക് ഡാറ്റയെ സംബന്ധിച്ച്, എക്കണോമിക് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചൊക്കെയുള്ള ഡാറ്റ അവർ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ RBIയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിയാൽ ഡാറ്റ ബേസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന ബാങ്കിങ് വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഡാറ്റ പൂർണ്ണമായിട്ടും അതിനകത്ത് അവൈലബിൾ ആണ്. സെൻട്രൽ ബാങ്കിങ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് നേരിടുന്ന, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള സേവിങ്സ് മൊബിലൈസേഷൻ നടക്കുന്നില്ല. സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് പോകുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ ക്യാപിറ്റൽ ഫോർമേഷൻ ഉള്ളൂ. ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടെങ്കിലേ ബിസിനസ്സുകൾ റൺ ചെയ്യുള്ളൂ. അപ്പോൾ മാത്രമേ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കൂ, എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാവൂ. അപ്പോൾ മാത്രമേ രാജ്യത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വർദ്ധിക്കുകയുള്ളൂ. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ മാത്രമേ പണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെ ഒരു സൈക്ലിക്കലായ പ്രോസസ്സിൽ കൂടെ ഒരു രാജ്യത്തിന് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം സെൻട്രൽ ബാങ്കുകൾ ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതൽ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുകയും ആ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് പോകുമ്പോൾ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാനായിട്ടും വളരാനായിട്ടും സാധിക്കുള്ളൂ. പൊതുവെ ഒരു സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന മൊത്തത്തിലുള്ള ചില ഫങ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 9 ഫങ്ഷൻസ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 9 ഫങ്ഷൻസ് പൊതുവെ എല്ലാ രാജ്യത്തെയും സെൻട്രൽ ബാങ്കുകൾ ചെയ്യുന്ന ഫങ്ഷൻസ് ആണിത്. എന്നാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് RBI എന്താണ് ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് പരിശോധിക്കാം. മോർ ഓർ ലെസ് സിമിലർ ആണ്, ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എങ്കിലും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചില കാര്യങ്ങൾ നമുക്കതിൽ മെൻഷൻ ചെയ്യാം. സോ ഫങ്ഷൻസ് ഓഫ് RBI എന്താണെന്നും കൂടെ നമുക്ക് ഇന്നത്തെ സെഷനിൽ പരിചയപ്പെടാം. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്യൂയിങ് അതോറിറ്റി ഈസ് ഓൾവേസ് RBI. നമ്മളെ മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ കറൻസി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് RBI ആണ്. Under Section 22 of the Reserve Bank of India Act, the bank has the sole right or authority or monopoly of issuing currency notes other than 1 rupee notes and coins of smaller denominations. 1 രൂപയും അതിൽ താഴെയുമുള്ള കറൻസികളും അതുപോലെ തന്നെ കോയിൻസും ഒഴിച്ച് ബാക്കി രാജ്യത്തെ ഏത് കറൻസിയും കോയിൻസും ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ആരാണത് ചെയ്യുന്നത്? 1 രൂപയും അതിൽ താഴെയും അത് ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. RBIക്ക് മറ്റ് കറൻസികളുടെ കാര്യമാണ് ഉത്തരവാദിത്തത്തിലുള്ളത്. Although 1 rupee coins and notes and coins of smaller denominations are issued by the government of India but put into circulation only through RBI. സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് 1 രൂപയും അതിൽ താഴെയുമുള്ള കോയിൻസും റുപ്പി കറൻസീസും ഒക്കെ
ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും സർക്കുലേഷൻ ചെയ്യുന്നത് RBI കൂടെ തന്നെയാണ്. The currency notes issued by the bank are legal tender everywhere in India. വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ലീഗൽ ടെൻഡർ. നമുക്കറിയാം എല്ലാ കറൻസിയും ഒരു പേപ്പർ പോലെയാണ്. പക്ഷേ ആ പേപ്പറിൽ RBI ഗവർണറുടെ സിഗ്നേച്ചർ വരികയും വളരെ പ്രധാനപ്പെട്ട ചില പാരാമീറ്റേഴ്സ് അതിനകത്ത് വരികയും ചെയ്യുമ്പോഴാണ് അതൊരു കറൻസിയായി മാറുന്നത്. ഈ കറൻസിക്ക് തന്നെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ലീഗൽ ടെൻഡറിന്മേലാണ് ആ കറൻസിക്ക് വാല്യൂ ഉണ്ടാകുന്നത്. ആ ലീഗൽ ടെൻഡർ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ കറൻസിക്ക് യാതൊരു വിലയുമില്ല. നമുക്ക് അറിയാം, ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു വേർഡാണ് ലീഗൽ ടെൻഡർ എന്നുള്ളത്. നമ്മൾ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിരോധിച്ചപ്പോൾ അവിടെ ആ ഒരു സ്പീച്ചിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞ ഒരു വേർഡാണ് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ ലീഗൽ ടെൻഡർ ഇനി നിലവിൽ ഉണ്ടായിരിക്കില്ല, അതിനെ പിൻവലിച്ചു എന്ന് നമ്മൾ കേട്ടു. അതോടുകൂടി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ വെറും പേപ്പർ കഷ്ണങ്ങളായി മാറി. അതിന് യാതൊരു വിലയുമില്ല. ആകെ നമുക്ക് ചെയ്യാവുന്നത് ബാങ്കിലേക്ക് കൊടുത്ത് പണം വാങ്ങിക്കാൻ ശ്രമിക്കുക, നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള സോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിന് വാല്യൂ ലഭിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റിയും അവർ കൊടുക്കുന്ന ലീഗൽ ടെൻഡറുമാണ്. Apart from the issuing the currency and withdrawing it from circulation, it also exchanges notes and coins of one denomination into those of other denominations as demanded by public. നമ്മൾക്ക് ആവശ്യത്തിന് ഉള്ള കറൻസികൾ ലഭ്യമാക്കുക, അത് വിഡ്രോ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കിപ്പം 1000 രൂപയുടെ നോട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്, അതിന് പകരമായിട്ട് നമുക്ക് 2 500 നോട്ട്സ് വേണം. അങ്ങനെ ഓരോ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകളുടെ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യത്തിനുള്ള ഡിനോമിനേഷൻസിൽ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഴയ നോട്ടുകൾ, അതുപോലെ തന്നെ ചെറിയ ടോൺസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ കീറിപ്പോയിട്ടുള്ള നോട്ടുകൾ, ഇത്തരം നോട്ടുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുന്നത് ബാങ്കുകൾ ത്രൂ RBI അത് ചെയ്യാറുണ്ട്. RBI issue notes against the security of gold coins and gold bullion, foreign securities, government securities and bills of exchange and promissory notes. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും RBIക്ക് വെറുതെ നമുക്ക് കുറച്ച് നോട്ട്സുകൾ പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓരോ രാജ്യത്തും ആവശ്യകത ആദ്യം മനസ്സിലാക്കണം കറൻസികളുടെ. അതോടൊപ്പം ഇപ്പോൾ ഒരു 100 കോടിയുടെ കറൻസി ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് തത്തുല്യമായി ഈ പറഞ്ഞ രൂപത്തിലുള്ള ഏതെങ്കിലും അസറ്റുകൾ ആ രാജ്യത്ത് ഉണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതായത് ഗോൾഡിൻ്റെ രൂപത്തിലോ, ഗോൾഡ് ബുള്ളിയൻസിലോ, ഫോറിൻ സെക്യൂരിറ്റീസിലോ, ഫോറിൻ കറൻസീസിലോ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള അസറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിന് തത്തുല്യമായിട്ടുള്ള കറൻസി ഈ രാജ്യത്ത് ഇറക്കാനായിട്ട് സാധിക്കുള്ളൂ. The affairs of the bank relating to note issue and its general banking business are conducted through two separate departments, the issue and banking department. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബാങ്കിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ സെഷൻ നമ്മളത് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡിമാൻഡും അതുപോലെ സപ്ലൈ ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോർമലായിട്ടുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ബാങ്കർ ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനും ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു, ബോത്ത് അഡ്വൈസർ ആൻഡ് ഓൾസോ ഫിനാൻഷ്യൽ സപ്ലയർ. Reserve Bank is an agent of central government and of all state governments in India except that of Jammu and Kashmir. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇന്ത്യയിൽ എല്ലായിടത്തും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായിട്ട് RBIക്ക് പ്രവർത്തിക്കാം. Reserve Bank has the obligation to transact government business to keep the cash balance as deposits free of interest, to receive and to make payments on behalf of the government, and to carry out their exchange remittances and other banking operations. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യത്തു നിന്നും പണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും പണം അങ്ങോട്ട് കൊടുക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ പണം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട്, ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മമാണ് RBI ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് ഓർ ഫാദർ ഓഫ് ബാങ്ക്സ്. എല്ലാ ബാങ്കുകളിലെയും തലവനായിട്ട് നിൽക്കുന്നു.
ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്കായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും ലാസ്റ്റ് റിസോർട്ട് ഓഫ് ലെൻഡിങ് എന്ന് പറയുന്നത് RBI ആണ്. The RBI controls the volume of reserves of the banks and determines their deposit credit creation ability. അപ്പോൾ എത്ര ബാങ്കുകളിൽ റിസർവുകൾ സൂക്ഷിക്കണം, അതിൻ്റെ വോളിയം എത്രയായിരിക്കണം, അതുകൊണ്ട് എത്ര ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് ലോൺ കൊടുക്കാം, അത്തരം ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ എബിലിറ്റി എത്രയാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന RBI ആണ്. The banks hold all or a part of their reserves with the RBI and in times of need they borrow from the RBI. ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു തുക റിസർവ് ആയിട്ട് RBIയിൽ സൂക്ഷിക്കുകയും അവർക്ക് പണം ആവശ്യം വരുമ്പോൾ RBIയിൽ നിന്ന് അത് കടമായി എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. The scheduled banks can borrow from Reserve Bank of India on the basis of eligible securities or get financial accommodation in times of need or stringency by rediscounting bills of exchange. അപ്പോൾ പണം വളരെയധികം ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ, മറ്റ് സോഴ്സസ് ഒന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ RBIയിൽ നിന്നും ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, റീഡിസ്കൗണ്ടിങ്ങിൽ കൂടെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ബാങ്കുകൾക്ക് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് ലോൺ എടുക്കാവുന്നതാണ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് നമുക്കറിയാം, ബാങ്കിലേക്ക് വന്നിട്ടുള്ള ബില്ലുകളെ അത് RBIക്ക് സബ്മിറ്റ് ചെയ്ത് അതിൽ ചെറിയൊരു തുക ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് ലോണുകൾ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. Since commercial banks can always expect the Reserve Bank of India to come to their help in times of banking crisis, the RBI become not only the banker's bank but also the lender of last resort. ഏറ്റവും അവസാനമായിട്ട് അവർക്ക് ശരണമാക്കാവുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന ഒരു സോഴ്സായിട്ട് പലപ്പോഴും RBI മാറുന്നു എന്നുള്ളത് സത്യമാണ്. ഇനി നാലാമത്തെ ഫംഗ്ഷൻ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് കൺട്രോൾ, രാജ്യത്ത് വായ്പയുടെ നിയന്ത്രണം അത് എപ്പോഴും RBIയുടെ കയ്യിലാണ്. എത്ര വായ്പ കൊടുക്കണം, ഏതൊക്കെ മേഖലകളിൽ കൊടുക്കണം, എത്രയൊക്കെ കൊടുക്കണം, അത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള നിഷ്കർഷ RBI പുലർത്തുന്നു. RBI has the power to influence the volume of credit created by banks in India. It can do so through changing the bank rate or through open market operations. ഈ ക്രെഡിറ്റ് കൺട്രോളിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് അടുത്ത ഒരു സെഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് കൂടിയാണ്. അത് രണ്ട് രീതിയിലുമുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടുമുണ്ട്. രണ്ടിനെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. എന്നാൽ ഇപ്പോൾ പറയാവുന്നത് കൂടുതലായും എത്ര ക്രെഡിറ്റ് രാജ്യത്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് RBIക്ക് കൃത്യമായ പവറുണ്ട്. As supreme banking authority in the country, the Reserve Bank of India therefore has the following powers. പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസ് ഉണ്ട്. It holds the cash reserve of all the scheduled banks. നമുക്ക് എല്ലാ ബാങ്കുകളുടെയും ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയും ക്യാഷ് റിസർവുകൾ അത് RBIയുടെ കയ്യിലാണുള്ളത്. It controls the credit operations of banks through quantitative and qualitative control methods. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. It controls the banking system through the system of licensing, inspection and calling for information. ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ബാങ്കുകൾക്കും ബ്രാഞ്ചുകൾക്കും ലൈസൻസ് കൊടുക്കുന്ന RBI ആണ്. അവിടെ ഇൻസ്പെക്ഷൻ നടത്തുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന RBI ആണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ ബാങ്കുകളിൽ നിന്ന് അറിയണമെങ്കിൽ അത് ചോദിച്ച് എടുക്കാനുമുള്ള അധികാരം RBIയെ സംബന്ധിച്ചുണ്ട്. It acts as a lender of the last resort by providing discount facilities to scheduled banks. നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു രാജ്യത്ത് ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെ ക്രെഡിറ്റ് എത്തിക്കണം, എത്രയൊക്കെ ക്രെഡിറ്റ് കുറയ്ക്കണം, ക്രെഡിറ്റ് കോൺട്രാക്ഷൻ, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡെവലപ്മെന്റ്, ഇതെല്ലാം തന്നെ RBIക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവുകളുടെ കസ്റ്റഡി അത് RBIയുടെ കയ്യിലാണ്. The RBI administers the exchange control according to the Foreign Exchange Maintenance Act (FEMA) to primarily regulate the demand for foreign exchange within the limits of available supply. നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു പണം മറ്റൊരു രാജ്യത്തേക്ക് അയക്കുകയും മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് പണം അയക്കുകയും ഒക്കെ ചെയ്യുന്നത് FEMA ആക്ടിന് വിധേയമായിക്കൊണ്ടായിരിക്കണം. ഫോറിൻ എക്സ്ചേഞ്ച് മെയിൻ്റനൻസ് ആക്ട്. മുൻപ് അതിൻ്റെ പേര് FERA എന്നായിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നുള്ളതായിരുന്നു.
എന്നാൽ ഇത് റെഗുലേഷൻ മാറി മെയിൻ്റനൻസ് ആയി മാറി എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിൽ തന്നെ വളരെ കുറച്ചും കൂടെ ലിബറലൈസ്ഡ് ആയി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും മറ്റ് രാജ്യത്തുനിന്ന് ഏത് ഒഫീഷ്യൽ റിസർവ്സ് അല്ലെങ്കിൽ അതുപോലെ എക്സ്ചേഞ്ചസ് വരികയാണെങ്കിൽ അത് RBI അറിഞ്ഞുകൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. മറ്റെല്ലാം തന്നെ ഇല്ലീഗലാണ്. പ്രത്യേകിച്ച് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അയാളുടെ പണം ഈ രാജ്യത്തേക്ക് അയക്കുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ RBI വഴിയല്ല അയാൾ അയക്കുന്നതെങ്കിൽ പോലും ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് എങ്കിൽ അത് മനസ്സിലാക്കുന്നതിനുള്ള അധികാരം RBIക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോറിൻ റിസർവുകളെ കൺട്രോൾ ചെയ്യാനും RBIക്ക് കഴിയും. The controls are administered through the authorized foreign exchange dealers. അത് ബാങ്കുകളായിരിക്കും. പൊതുവെ ബാങ്കുകളുണ്ട്, മറ്റു ചില ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവർ വഴിയായിരിക്കും ഈ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത്. Besides maintaining the rate of exchange of the rupee, the Reserve Bank has to act as the custodian of India's reserve of international currencies. The vast sterling balances were acquired and managed by the bank. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച്, ഇപ്പോൾ ഡോളറുമായിട്ടുള്ള ഇന്ത്യയുടെ വില നിലവാരം, യൂറോവുമായിട്ടുള്ള നിലവാരം, ഇതൊക്കെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ റിസർവുകളുടെ കസ്റ്റഡി, കറൻസീസ് ആയിട്ടും ഒക്കെ ഉള്ള കസ്റ്റഡി, അതെല്ലാം തന്നെ RBIയുടെ കയ്യിലാണ് ഉള്ളത്. ചില സൂപ്പർവൈസറി ഫങ്ഷൻസ് കൂടെയുണ്ട്. ചില എന്താ പറയുക, അവരുടെ മാനേജറി അഡ്മിനിസ്ട്രേറ്റീവായ ഫങ്ഷൻസ് കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ടു ഇഷ്യൂ ലൈസൻസസ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ബാങ്ക്സ്. പുതിയ ബാങ്കുകൾ ഈ രാജ്യത്ത് തുടങ്ങണമെങ്കിൽ, ഒരു വ്യക്തിക്ക് തുടങ്ങണമെങ്കിൽ അത് RBIയുടെ ലൈസൻസ് വേണം. ടു ഇഷ്യൂ ലൈസൻസസ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ബാങ്ക് ബ്രാഞ്ചസ്. ബാങ്ക് തുടങ്ങിയാൽ പോലും അതിൻ്റെ ഓരോ ബ്രാഞ്ചിനും RBIയുടെ ലൈസൻസ് വേണം. To prescribe for banks the minimum requirements regarding the capital and resources, the transfer of reserve funds and maintenance of cash reserve and other liquid assets. അപ്പോൾ എത്ര മിനിമം റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം, എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളത്, അതുപോലെ എത്ര റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും, എത്ര ലിക്വിഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് തന്നെ RBIയുടെ കൺട്രോളിലുള്ള കാര്യമാണ്. To inspect the organizational setup, that means branch expansion, mobilization of deposits, investments, credit portfolio management, region-wise performance, profit planning, manpower planning, training and so on regarding banks. ഒരു ബാങ്കിനെ സംബന്ധിച്ച എല്ലാം തന്നെ, ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് RBIയുടെ കൺട്രോളിൽ തന്നെയാണ് വരുന്നത്. പുതിയ ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, എവിടെയാണ് ബ്രാഞ്ച് വരേണ്ടത് അതിനെക്കുറിച്ച്, പുതിയ ഡെപ്പോസിറ്റ്സ് എങ്ങനെ മൊബിലൈസ് ചെയ്യാം, ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ്സ് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അവർ കൊടുത്തിരിക്കുന്ന ലോണുകൾ അത് കൃത്യമായി തിരിച്ചടവ് ലഭിക്കുന്നുണ്ടോ അതോ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറുകയാണ്, ഓരോ റീജിയനിലും ബാങ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ബാങ്കിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ്, അതുപോലെ ബാങ്കിലെ എംപ്ലോയീസിൻ്റെ നിലവാരം, അത് എത്ര എംപ്ലോയീസ് ഭാവിയിലേക്ക് വേണ്ടി വരും, ഇപ്പോൾ നിലവിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരെ വെച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ എത്ര ടെക്നോളജി കൊണ്ടുവരണം, ഈ വരുന്ന മാൻ പവറിന് മുഴുവനായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന് മുഴുവനായും എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ RBIയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യം. To investigate into complaints, irregularities and fraud in respect of banks. ബാങ്കിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, ഗ്രീവൻസസ്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ബാങ്കുകൾ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും RBI തന്നെയാണ്. To check improper investments and injudicious advances by the banks. ഏതെങ്കിലും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഡെപ്പോസിറ്റ് തെറ്റായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ബാങ്കുകൾ ചെയ്യുന്നതെങ്കിൽ അതിനെ RBI തടയിടും. അതോടൊപ്പം തന്നെ അഡ്വാൻസസ് കൊടുക്കുന്നത് ഇൻജുഡീഷ്യസ് ആയിട്ടാണ്, അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിലല്ല ലോൺസ് കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലോണുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് ഒക്കെ, അതായത് 14% പ്രയോറിറ്റി സെക്ടർക്ക് കൊടുക്കണമെന്നുള്ളതായ നിയമങ്ങളൊക്കെ അത് പാലിക്കുന്നില്ല എങ്കിൽ അതൊക്കെ RBIയുടെ സൂപ്പർവൈസറി ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. To control appointment, reappointment, termination of chairman of chief executive officer of private sector bank.
പ്രൈവറ്റ് ബാങ്കിലെ ഈ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്ന ആളുകളെയും അപ്പോയിന്റ് ചെയ്യും, റീഅപ്പോയിന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത്, അതുപോലെ തന്നെ അവരെ പുറത്താക്കണമെങ്കിൽ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് RBI തന്നെയാണ്. ടു അപ്രൂവ് ഓർ ഫോഴ്സ് അമാൽഗമേഷൻ. ചില ബാങ്കുകൾ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ മെർജ് ചെയ്യും, അക്വിസിഷനും അതുപോലെ അമാൽഗമേഷനും ഒക്കെ സംഭവിച്ചു, കൂടിച്ചേരുക. അപ്പോൾ SBIയുടെ തന്നെ എല്ലാ അസോസിയേഷൻ മെർജ് ചെയ്ത് SBI ഒറ്റ ബാങ്കായി നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ ചില ബാങ്കുകൾ വളരെയധികം നഷ്ടത്തിൽ പോവുകയാണെങ്കിൽ അവരെ അതിന് ഫോഴ്സ് ചെയ്യും, ബാങ്കുകൾ പിടിച്ചു നിർത്താനായിട്ട് RBI ഫോഴ്സ് ചെയ്യും. അതോടൊപ്പം തന്നെ അമാൽഗമേഷൻസിന് 2 ബാങ്കുകൾ തയ്യാറാവുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അപ്രൂവൽസ് കൊടുക്കേണ്ടതും RBI തന്നെയാണ്. ചില പ്രൊമോഷണൽ ഫങ്ഷൻസും ഉണ്ട്. ഇവരെല്ലാം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ബാങ്കിങ് സിസ്റ്റത്തെ എങ്ങനെ രാജ്യത്ത് വളർത്താം അതും കൂടെ RBIയുടെ ഫംഗ്ഷനിൽ പെട്ടുന്ന കാര്യമാണ്. The bank now performs a variety of developmental and promotional functions which at one time were regarded as outside the normal scope of the central bank. സെൻട്രൽ ബാങ്കിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതല്ല എന്നൊരു കാലത്ത് നാം ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയും പ്രൊമോഷന് വേണ്ടിയും RBI ചെയ്യുന്നുണ്ട്. The Reserve Bank was asked to promote banking habit, extend banking facilities to rural and semi-urban areas, and establish and promote new specialized financing agencies. അപ്പോൾ എല്ലാ രാജ്യത്തെ ജനങ്ങൾക്ക് പൊതുവെ ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടാക്കുക, അവരുടെ സേവിങ്സ് ബാങ്കിലിടാനായിട്ടും മറ്റ് ആക്ടിവിറ്റീസിനായിട്ട് ബാങ്കിനെ സമീപിക്കാനായിട്ടും ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ബാങ്ക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ഇന്ത്യയിലെ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ ചില സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഏജൻസീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്, അതുപോലെ തന്നെ ചെറിയ ഷോർട്ട് ടേം ഫിനാൻസിങ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ ആരംഭിക്കുക എന്നുള്ളതും RBIയുടെ ഫംഗ്ഷൻ തന്നെയാണ്. മറ്റൊന്നാണ് മോണിറ്ററി പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻസ്. The RBI regulates the availability, cost and terms and conditions of credit in the market. ഈ രാജ്യത്ത് എങ്ങനെയായിരിക്കണം ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, ലോൺ കൊടുക്കപ്പെടേണ്ടത്, അത് എത്ര അവൈലബിൾ ആക്കണം, അതിന് എത്ര കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കണം, അതിന് കൊടുക്കുമ്പോൾ വെക്കേണ്ടതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നാണ്. ഇതൊക്കെയും തീരുമാനിക്കുന്ന RBI ആണ്. It aims at regulating and controlling the money supply as per the requirements of the economy and the monetary policy. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത സെഷനിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. സോ നമ്മൾ RBIയുടെയും സെൻട്രൽ ബാങ്കിന്റെ പൊതുവേയുമുള്ള ഫംഗ്ഷൻസിനെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം പ്രാധാന്യമാണ് ഒരു സെൻട്രൽ ബാങ്കിന്, പ്രത്യേകിച്ച് RBIക്ക് ഇന്ത്യയിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 360.